Oh friends, ഇന്നും വന്നിരിക്കുന്ന വളരെ നല്ല ടിപ്പുകളായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനൂടെ തന്നെ എനേബിൾ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ആദ്യത്തെ ടിപ്പ്, ഒരു കുപ്പി എടുത്തിട്ടുണ്ട്, അതേപോലെ ഒരു ബലൂൺ എടുത്തിട്ടുണ്ട്. ആ ബലൂണ് കുപ്പിയുടെ അടപ്പ് മാറ്റിയിട്ട് അതിലോട്ട് ഒന്ന് ബലൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ ബലൂൺ കൊണ്ട് അലങ്കരിക്കാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ചില സമയത്ത് ബലൂണ് ഭയങ്കര ടൈറ്റ് ആയിരിക്കും. നമ്മൾ ഊതി വീർപ്പിച്ചാലൊന്നും അത് വീർത്ത് വരത്തില്ല. ഭയങ്കര കട്ടിയായിട്ടിരിക്കുന്ന ബലൂണായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ ആ കുപ്പിയുടെ ആ ഭാഗത്തോട്ട് ഇട്ടിട്ട് ആ കുപ്പി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ആ ബലൂൺ ഇങ്ങനെ വീർത്ത് വരുന്നതായിട്ട് കാണാം. അപ്പോൾ ആ ബലൂണിൻ്റെ ആ ടൈറ്റ്നെസ് മാറും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഊതി വീർപ്പിക്കാവുന്നതാണ്. രണ്ടാമത്തെ ടിപ്പ്, ഗ്ലാസ്സിൽ നമ്മൾ ചായയൊക്കെ എടുത്തിട്ട് നമുക്ക് റൂമിന് വെളിയിലോട്ട് കൊടുക്കേണ്ടതായിട്ട് വരുന്ന സമയത്തോ അല്ലെങ്കിൽ കൊണ്ടുപോകേണ്ടതായിട്ട് വരുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ വെളിയിലോട്ടൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഗ്ലാസ്സിൽ അല്ലെങ്കിൽ കപ്പിൽ ചായയൊക്കെ എടുക്കാറുണ്ട്, കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ആ ഗ്ലാസ്സിൽ ഇതുപോലൊരു കവറുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് ആ ചൂട് അനുഭവപ്പെടത്തില്ല. കൈകൊണ്ട് ഡയറക്റ്റ് പിടിക്കുമ്പോൾ ആ ഗ്ലാസിൻ്റെ ചൂട് നമുക്ക് ഭയങ്കരമായിട്ട് അനുഭവപ്പെടും. പക്ഷേ ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ ആ ചൂട് നമ്മുടെ കയ്യിലോട്ട് അധികം ആകത്തില്ല. മൂന്നാമത്തെ ടിപ്പ്, ഇവിടെ ഞാനൊരു ടൂത്ത് ബ്രഷ് എടുത്തിട്ടുണ്ട്. ആ ടൂത്ത് ബ്രഷിൻ്റെ ആ ബ്രഷ് പാട്ട് കഴിഞ്ഞ പാട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയത് പിച്ചാത്തി ഒന്ന് ചൂടാക്കിയിട്ടാണ് കട്ട് ചെയ്ത് മാറ്റിയത്. ഇനി ആ ബ്രഷിൻ്റെ ആ പിടി പാട്ട് കുറച്ച് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം. ഇപ്പം ഞാനിവിടെ കട്ട് ചെയ്ത് കളയുന്നില്ല, എനിക്ക് കുറച്ചുകൂടെ ലെന്തി ആയിട്ട് വേണം. അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്ത് കളയുന്നില്ല, ഒട്ടുമേ കട്ട് ചെയ്ത് കളയുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കനം കുറഞ്ഞ പാട്ട് കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി വീണ്ടും അതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇനി ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമുക്ക് കുപ്പിയൊക്കെ ചില സമയത്ത് ക്ലീൻ ആക്കേണ്ടി വരുന്ന സമയത്ത് നമുക്ക് കൈയിട്ട് നന്നായിട്ട് കഴുകാനായിട്ട് പറ്റത്തില്ലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുപ്പികളൊക്കെ നമുക്ക് നന്നായിട്ട് ക്ലീനാക്കി എടുക്കാൻ പറ്റും. ഇങ്ങനൊരു ബ്രഷ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സോപ്പൊക്കെ ഇട്ട് നന്നായിട്ട്, ചിലപ്പോൾ എണ്ണമെഴുക്ക് അച്ചാർ കുപ്പികളൊക്കെ നമുക്ക് കഴുകേണ്ടതായിട്ട് വരും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കൈയിട്ട് കഴുകാൻ പറ്റാത്ത സമയത്ത് ഇതുപോലെ നമുക്ക് ബ്രഷ് ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ കഴുകിയെടുക്കാവുന്നതാണ്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് തന്നെയാണ്. ഈ ടിപ്പ് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരും. അതുപോലെ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. അടുത്ത നാലാമത്തെ ടിപ്പ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കടുക് എടുത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂണോളം വരും. അത് ഇടികല്ലിലോട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ചതയ്ക്കുന്ന സമയത്ത് കടുക് പുറത്ത് പോകാതിരിക്കാനായിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു കുപ്പിയുടെ ടോപ്പ് പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഇടികല്ലിൻ്റെ ആ ഇടിക്കുന്ന അതിലോട്ട് ഇട്ട് കൊടുക്കുന്നു. ഇതിൽ കാണുന്ന പോലെ തന്നെ ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ടത് ചതച്ച് ഇടിച്ചെടുക്കാവുന്നതാണ്. ഒട്ടുമേ വെളിയിൽ പോകത്തില്ല. ഇപ്പോൾ അതെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റുന്നു. നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് ഇതുപോലെ കവർ ചെയ്ത് വെക്കാവുന്നതാണ്. അങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ പല്ലിയോ പാറ്റയോ അതിൻ്റെ ഒന്നും ശല്യം ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ അത് തുറന്നിടുവാണെങ്കിൽ അതിൽ കൂടെയൊക്കെ പാറ്റയും പല്ലിയും ഒക്കെ പോകും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്കിങ്ങനെ കവർ ചെയ്ത് വെക്കാവുന്നതാണ്. അങ്ങനെ മാറ്റി അതിൽ നിന്ന് കുറച്ച് ഒരു പാത്രത്തിലോട്ട് ആക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കുന്നു. എന്നിട്ടൊരു ടിഷ്യൂ പേപ്പറിലോട്ട് എടുത്തിട്ട് അത് കവർ ചെയ്ത് നന്നായിട്ട് മടക്കി എടുക്കുന്നുണ്ട്. നമുക്ക് റബ്ബർ ബാൻഡ് ഇടാവുന്നതാണ്. അപ്പം ഞാൻ റബ്ബർ ബാൻഡ് ഇടുന്നതിന് പകരം ഞാൻ സ്ട്രോ ആണ് എടുത്തിരിക്കുന്നത്. സ്ട്രോ കുറച്ച് കട്ട് ചെയ്തെടുക്കുന്നു. എന്നിട്ട് ആ സ്ട്രോ ഒന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ കാണുന്ന പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. സിസേഴ്സ് കൊണ്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്.
അങ്ങനെ സ്ട്രോ ഇട്ട് കൊടുക്കുമ്പോൾ അത് ലോക്ക് പോലെ അവിടെ ഇരുന്നോളും. അതിൽ നിന്ന് ഒരു സാധനവും പിന്നെ എന്താണോ അതിലുള്ള സാധനം അത് പുറത്ത് പോകാതെ അവിടെ ലോക്ക് പോലെ തന്നെ ഇരുന്നോളും. നല്ലൊരു ടിപ്പ് തന്നെയാണിത്. ഇങ്ങനെ കുറച്ച് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് ഉപയോഗിക്കുന്നത് എവിടെയാണെന്ന് നോക്കാം. മഴക്കാലത്ത് കുട്ടികൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്താണെങ്കിലും ആ ഷൂ ഒക്കെ നനഞ്ഞിട്ട് ഒരു ബാഡ് സ്മെല്ലുണ്ടാവും. അപ്പോൾ ആ സ്മെല്ലൊക്കെ കളയാനായിട്ട് ഇത് നല്ല ടിപ്പ് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നമുക്ക് ആ ഷൂവിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. ആ ഷൂവിലെ സ്മെല്ലെല്ലാം ഇത് വലിച്ചെടുക്കും. നമുക്ക് വൈകിട്ട് വെച്ചിട്ട് നമുക്ക് രാവിലെ എടുത്ത് മാറ്റാവുന്നതാണ്. എന്നിട്ട് ഇത് 2-3 പ്രാവശ്യം ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് മാറ്റി വേറെ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നമുക്ക് വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി കടുകിൻ്റെ പായ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. ഫ്രിഡ്ജിലെ ആ ബാഡ് സ്മെല്ലൊക്കെ വലിച്ചെടുക്കുന്നതിന് സഹായിക്കും. അതേപോലെ കടുകിൻ്റെ ഇതുപോലൊരു കിഴി കെട്ടി നമുക്ക് ബാത്റൂമിൽ വേണമെങ്കിലും കൊണ്ടുവെക്കാവുന്നതാണ്. ആ ബാത്റൂമിലെ സ്മെല്ലൊക്കെ വലിച്ചെടുക്കുന്നതിന് സഹായിക്കും. ഇപ്പോൾ മഴയുള്ള സമയത്താണെങ്കിൽ ആ ബാത്റൂമിലൊരു ഭയങ്കര സ്മെല്ലായിരിക്കും. പ്രത്യേകിച്ച് പറയേണ്ട, മഴയൊക്കെയുള്ള സമയത്ത് ബാത്റൂമിൽ അടഞ്ഞു കിടന്നിട്ട് ഒരു ഭയങ്കര വല്ലാത്തൊരു സ്മെല്ലായിരിക്കും. അപ്പോൾ അതൊക്കെ വലിച്ചെടുക്കുന്നതിന് ഈ ബേക്കിംഗ് സോഡയും കടുക് കൊണ്ടുള്ള മിക്സിന് പറ്റും. അപ്പോൾ കിഴി കെട്ടി നമുക്ക് ഇതുപോലെ കൊണ്ടുവെക്കാവുന്നതാണ്. അതുപോലെ ഒരു പാക്കറ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് പില്ലോയിലും കൊണ്ടുവെക്കാവുന്നതാണ്. അപ്പോൾ ആ പില്ലോയിൽ ആ സ്മെല്ലൊക്കെ വലിച്ചെടുക്കുന്നതിന് അത് സഹായിക്കും. 5ാമത്തെ ടിപ്പ്, പൊടിച്ചെടുത്ത കടുകിൽ ബാക്കിയുള്ളത് ഒരു ബൗളിലോട്ട് 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഇട്ട് കൊടുക്കുന്നു. ഇനി ഗ്യാസിലോട്ട് വെച്ച് ഗ്യാസ് ഓൺ ആക്കുന്നു. എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുന്നുണ്ട്. തിളച്ച് കഴിഞ്ഞ് ഒരു 2 മിനിറ്റോളം നന്നായിട്ട് അത് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ആക്കുന്നു. എന്നിട്ട് അത് അരിച്ച് ഒരു ബൗളിലോട്ട് എടുക്കുന്നുണ്ട് ആ വെള്ളം. അതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് അതിലേക്ക് ലിക്വിഡ് ഡിറ്റർജന്റ് ആണ് 2 ടീസ്പൂണ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ട് ഒരു സ്പൂൺ കൊണ്ട് മിക്സ് ആക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു വലിയൊരു ബേസിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ആ വെള്ളത്തിൻ്റെ ചൂടൊക്കെ കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നു. ഇനി നമുക്ക് എന്താ ചെയ്യുന്നത് നോക്കാം. ഇനി ഞാൻ സോഫ സെറ്റാണ് ക്ലീൻ ആക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ സോഫ സെറ്റിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ഒരു അയൺ ബോക്സ് എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. എന്നിട്ട് ആ ടവൽ കൊണ്ടൊന്ന് കവർ ചെയ്യുന്നു. എന്നിട്ട് ആ സോഫയിലൊന്ന് നമുക്ക് ഇതുപോലെ ഞാൻ കാണിക്കുന്ന പോലെ തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാവുന്നതാണ്. നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന ബേക്കിംഗ് സോഡ നല്ലൊരു ക്ലീനിങ് ഏജന്റാണ്. അതുപോലെ കടുകാണെങ്കിൽ ഉള്ള ബാഡ് സ്മെല്ലൊക്കെ വലിച്ചെടുക്കും. അപ്പോൾ നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ നമ്മൾ ലിക്വിഡ് ഡിറ്റർജന്റ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ക്ലീനിങ്ങിന് പറ്റി നല്ലൊരു അടിപൊളി ഒരു ക്ലീനിങ് സൊല്യൂഷൻ തന്നെയാണ്. കെമിക്കലൊക്കെ ഉപയോഗിച്ച് നമുക്ക് ക്ലീനിങ് ചെയ്യുന്നതിനെക്കാട്ടി എത്രയോ ബെറ്റർ ആയിട്ട് നമുക്ക് നാച്ചുറലായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ, ഇങ്ങനെ ഉണ്ടാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. ടവല് ആ വെള്ളത്തിലിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് മൂവ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് സാധാരണ നമ്മൾ കൈകൊണ്ട് നമ്മൾ ആ ടവൽ ഉപയോഗിച്ച് നമ്മൾ തുടയ്ക്കുന്നതിനെക്കാട്ടി വളരെ ഈസി ആയിട്ട് ആ അയൺ ബോക്സ് വെച്ചിട്ട് നന്നായിട്ട് തന്നെ അത് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. ക്ലീൻ ആക്കി നമുക്ക് വീണ്ടും ആ വെള്ളത്തിൽ സൊല്യൂഷന് മുക്കി നമുക്ക് ആ ടവലൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ നമ്മളിങ്ങനെയുള്ള സോഫ സെറ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതിനൊരു കവർ പോലെ ഉണ്ടാവും. ഇതിൽ ആ കവർ അതിൽ തയ്ച്ച് വെച്ചേക്കാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്കുള്ള ആ ഇരിക്കുന്ന ആ പാർട്ട് നമുക്ക് അത് ലൂസാക്കി ഇങ്ങോട്ട് വെള്ളോട്ട് എടുത്ത് നമുക്ക് അതിൽ അടിഞ്ഞ് ഇരിക്കുന്ന പൊടിയൊക്കെ നമുക്ക് ക്ലീൻ ആക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അതിങ്ങനെ എടുത്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് ആ അയൺ ബോക്സ് വെച്ച് നന്നായിട്ട് അത് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്.
അങ്ങനെ നമുക്കത് വലിച്ചു ഊരാനായിട്ട് വളരെ ഈസി ആയിരിക്കും. അത് തിരിച്ച് അകത്തോട്ട് കയറ്റാനായിട്ട് നമുക്ക് കൈകൊണ്ട് കയറ്റാനായിട്ട് നമുക്ക് ഭയങ്കര പാടായിരിക്കും. നമ്മുടെ കൈയൊക്കെ വേദന എടുക്കും. പക്ഷെ ഒട്ടും ആയാസം ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ അത് തിരിച്ച് ഉള്ളിലോട്ട് കയറ്റാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ്. അപ്പം ഞാനിവിടെ ചപ്പാത്തിയൊക്കെ തിരിച്ചിടുന്ന ചട്ടുകം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ചട്ടുകം വെച്ച് ഇതിൽ കാണുന്ന പോലെ അകത്തോട്ട് ഇത് കയറ്റി വെച്ച് കൊടുത്താൽ മതി. ആ വെള്ളിലോട്ട് വന്ന ആ ഷീറ്റെല്ലാം ഉള്ളിലോട്ട് തന്നെ ടക്ക് ചെയ്ത് പോവും. സോഫ ക്ലീനാക്കിയ രീതിയിൽ നമുക്ക് ബെഡ് ക്ലീനാക്കാവുന്നതാണ്. ഈ ടിപ്സ് എല്ലാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. അതേപോലെ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനൂടെ തന്നെ വിളിച്ച് ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമന്റ് രേഖപ്പെടുത്താവുന്നതാണ്. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.